നമസ്കാരം എഫ് പി എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് ടു സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇന്നലെ ആർസണൽ ആണെങ്കിൽ 2-0 വിജയമായിട്ട് ടേബിളിൽ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ടേബിളിലെ ഫസ്റ്റാണ്, ലിവർപൂളിൻ്റെ മേൽ 1 പോയിന്റ് ലീഡുണ്ട്. ആൻഡ് ക്രിസ്റ്റൽ പാലസ് എവർട്ടൺ അഗേൻസ്റ്റ് ആണ് ഇന്ന് എവേ ഫിക്സറാണ്. അത് ജയിക്കുവാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് സെക്കൻഡ് എത്തും, ലിവർപൂളിന് മേളിൽ പോകും. സോ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ജസ്റ്റ് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്രിസ്റ്റൽ പാലസിന് അൺബീറ്റൻ 20 ഗെയിംസിൻ്റെ റൺ നടക്കുമോ നമുക്ക് നോക്കാം. ബട്ട് നമുക്ക് ആർസണൽ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ ആർസണൽ ഇളക്കുന്ന ലൈനപ്പ് കാരണം സുബിമെൻഡിക്ക് റെസ്റ്റ് കൊടുത്തു. ഓഡിഗാർഡും ഡെക്ലൻ റൈസുമാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്ത്. സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും 30-ാം മിനിറ്റ് തന്നെ ഓഡിഗാർഡിന് ഇഞ്ചുറി പറ്റിപ്പോയി. സോ അതിനകത്ത് തന്നെ സുബിമെൻഡിക്ക് 30-ാം മിനിറ്റ് തന്നെ പിച്ചിൽ ഇറങ്ങേണ്ടി വന്നു. ആൻഡ് ആർട്ടേറ്റയുടെ ഈ ഒരു ആർസണൽ ടീമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സിൽ ഒരാളായി മാറിയിരിക്കുകയാണ് സുബിമെൻഡി എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇമ്പോർട്ടൻ്റ് ഔട്ട്പുട്ടാണ് ആളെ പിച്ചിൽ കൊടുക്കുന്നത്, ബോത്ത് ഡിഫെൻസീവ്ലി ഒഫെൻസീവ്ലി ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ. ആൻഡ് പിന്നെ ആളുടെ പൊസിഷനിങ് ആണെങ്കിലും ആളുടെ പ്രസ്സിങ് ആണെങ്കിലും എല്ലാം ടോപ്പ് നാച്ചാണ്. സോ അതാ പറഞ്ഞത്, സുബിമെൻഡി ഒരു 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 ഒന്നൊന്നര മുതലാണ്. സോ പുള്ളീനെ വാങ്ങിച്ചത് ഗെയിം ചേഞ്ചറാണ്. സോ ഇന്നലെ ആണെങ്കിൽ ആ ഫസ്റ്റ് ഗോളിന് വേണ്ടി ഡെക്ലൻ റൈസിൻ്റെ ഗോൾ വേണ്ടി നിങ്ങൾക്ക് കാണാം, സുബിമെൻഡി റൈറ്റ് വെയിറ്റേജിൽ അവിടെ എസ് എയിലോട്ട് ആ പാസ് റിലീസ് ചെയ്യുകയാണ്. ആ കറക്റ്റ് ആ ടൈറ്റ് സ്പേസിലൂടെ എസ് എയുടെ റൺ സ്പോട്ട് ചെയ്യുന്നു, എസ് എയിലോട്ട് ചെല്ലുന്നു, എസ് എയുടെ ഷോട്ട് സേവ് ചെയ്യാണ്, നേരെ ഡെക്ലൻ റൈസിലോട്ട് ചെല്ലുന്നു. ഡെക്ലൻ റൈസ് കൺവേർട്ട് ചെയ്യാണ്, 1-0 ലീഡ് എടുക്കുകയാണ് ആർസണൽ. പിന്നീട് ആ സെക്കൻഡ് ഗോളിന് വേണ്ടി നിങ്ങൾക്ക് കാണാൻ ടിംബറിലോട്ട് ആ ബോൾ അവിടുന്ന് റിലീസ് ചെയ്യുന്നതും ആരാണ്? സുബിമെൻഡിയാണ്. അവിടെ ടിംബറിന്റെ സൂപ്പർ ടച്ച് കൺട്രോളിൽ ബോക്സിലോട്ട് കിടക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവിടെ ഫൗൾ ചെയ്യപ്പെടുകയാണ്. പക്ഷെ ആ ഫൗൾ ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. പക്ഷെ റെഫറി അവിടെ പെനൽറ്റി വിധിക്കുകയാണ്. സോ റെഫറിയുടെ ഡിസിഷനാണ് ഫൈനൽ. സോ റെഫറി അത് ഇൻസൈഡ് ദ ബോക്സ് ആണെന്ന് വിധിക്കുന്നു, പക്ഷേ ശരിക്കും ഔട്ട്സൈഡ് ദ ബോക്സ് തന്നെയാണ്, അത് ശരിക്കും പെനൽറ്റി അല്ലായിരുന്നു. പക്ഷേ അത് പെനൽറ്റി കിട്ടുന്നു, സാക്കി അത് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് 2-0 ലീഡ് എടുക്കുകയാണ്. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം XGയുടെ കാര്യത്തിന് പറ്റുമോ നിങ്ങൾക്ക് കാണാം, 2.77 ഉണ്ട്. ചാൻസുകൾ ധാരാളം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഓപ്പൺ പ്ലേയിൽ. പക്ഷേ ധാരാളം മിസ് ചെയ്യുന്നുണ്ട്. ഈ എസ് ഒക്കെ മിസ് ചെയ്ത ചാൻസ് നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ കിട്ടിയ ചാൻസുകൾ. സോ ഇങ്ങനത്തെ കുറേ മിസ്സുകൾ ആർസണൽ ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് നടത്തുന്നുണ്ട്. ഒളിമ്പിയാക്കോസിന് അഗേൻസ്റ്റ് വേസ്റ്റ്ബോൾ ആയിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ, ന്യൂകാസിലിന് അഗേൻസ്റ്റ് വേസ്റ്റ്ബോൾ ആയിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ നല്ല കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു, കുറേ വേസ്റ്റ് ചെയ്തു. സോ ഓപ്പൺ പ്ലേയിലൂടെ ഇപ്പോൾ ആർസണൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം ആർസണൽ ഇഷ്ടംപോലെ റണ്ണേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി സുബിമെൻഡി പിച്ചിൽ ഇറങ്ങുമ്പോൾ. പിന്നെ ഗ്യോക്കറസിന് ഇപ്പം ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ റണ്ണ് നടത്തി ഡെക്ലൻ റൈസ് ഒരു ക്രോസ് ഇടുന്നൊരു സിനാരിയോ ഉണ്ട്. സോ ഡെക്ലൻ റൈസിന് ആ ഒരു ഫോർവേഡ് റണ്ണ് കംഫർട്ടബിളി നടത്താൻ സാധിക്കുന്നുണ്ട്, ബിക്കോസ് സുബിമെൻഡി ഈസ് ഓൺ ദ പിച്ച്. കൂടാതെ ട്രൊസാർഡ് ഇപ്പോൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഗ്യോക്കറസ് സെൻട്രൽ ചാനലിലൂടെ ആണെങ്കിലും ബോക്സിലൂടെ ആണെങ്കിലും ഹാഫ് സ്പേസിലൂടെ എല്ലാം അറ്റാക്ക് ചെയ്യാനായിട്ട് ധാരാളം റണ്ണേഴ്സ് ഉണ്ട് ഇപ്പോൾ ആർസണലിൽ. കാലിഫ്യോറി ടിംബറും സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. സോ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒഡിഗാർഡുള്ളപ്പോൾ ഒഡിഗാർഡ് റൺസ് നടത്തുന്നു. ബട്ട് എസ് എ റിയലി കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ക്ലിനിക്കലായ ഗെയിം ചേഞ്ചർ ആയിരിക്കും. പക്ഷേ എയുടെ ഷോട്ടുകളൊക്കെ എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ എയുടെ ഷോട്ടുകളൊക്കെ കുറേ ഗോൾ കീപ്പേഴ്സ് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മാച്ചിലും കണ്ടു, ഈ മാച്ചിലും കണ്ടു എയുടെ ഷോട്ടുകൾ സേവ് ചെയ്യുന്നത്. സോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പുള്ളി ഷോട്ട്സ് എടുക്കുന്നുണ്ട്. ഗോൾ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആൻഡ് എയുടെ എന്നാ പറയുക മൂവ്മെൻറ്റ്സ് റിയലി കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഡെക്ലൻ റൈസിന് എയുടെ പ്രസൻസ് റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബോക്സിലോട്ട് റണ്ണ് നടത്താനാണ്. ആൻഡ് ഗ്യോക്കറസിൻ്റെ സെൻട്രൽ ചാനൽ റൺസ് കിട്ടുന്നുണ്ട്. ലിങ്ക് പ്ലേ അടിപൊളിയാണ്, പുള്ളി ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾസ് വരും. കുറച്ചുകൂടെ ആർസണൽ ഗ്യോക്കറസിനെ ഫീഡ് ചെയ്യണം, അതേ ഉള്ളൊരു നെഗറ്റീവ് പറയാനായിട്ടാണ്. ബട്ട് അത് വരും, ഫീഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ആർസണൽ കൺവേർട്ട് ചെയ്താൽ, അതായത് കിട്ടുന്ന ആൻസർ ഓപ്പൺ പ്ലേയിലൂടെ കിട്ടുന്ന ആൻസറോടെ ഒന്ന് കൺവേർട്ട് ചെയ്താൽ സ്കോർ ലൈൻ നല്ല മാർജിന് ജയിക്കാൻ. ഡിഫെൻസീവ്ലി ദേ ആർ ദ ബെസ്റ്റ് സൈഡ് ഇൻ യൂറോപ്പ് നമുക്ക് ആർഗ്യൂ ചെയ്യാം. സോ വിത്തൗട്ട് എ ഡൗട്ട് ലെറ്റ്സ് സീ ആർസണൽ ഈ സീസൺ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് പറയുക. ഇന്നലെ ഒരു കംഫർട്ടബിൾ പെർഫോമൻസ് ആൻഡ് വിക്ടറി. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് ഇറക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ഇന്നലെ VRL 3-1 തോപ്പിക്കുന്ന സിനാരി നമ്മൾ കണ്ടു. വിനീഷ്യസ് ജൂനിയറിന്റെ ഡബിളും അതുപോലെ തന്നെ എംബാപ്പെ സ്കോർ ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ 8 മാച്ചുകളിൽ നിന്ന് 8 ഗോൾ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട് സീസണിൽ, വിച്ച് ഈസ് എ പോസിറ്റീവ് തിങ്. ആൻഡ് വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് പോസിറ്റീവാണ്. ഇപ്പോൾ ഓഫ് ദ ബോൾ ആണെങ്കിലും ആൾ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. ആൻഡ് റയൽ മാഡ്രിഡ് ഇപ്പോഴും പറയാണ്, റയൽ മാഡ്രിഡ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡ് ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഇഷ്യൂസ് ഇപ്പോൾ ഇന്നലെ പറയാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് റയൽ മാഡ്രിഡിന്റെ സെറ്റ് പീസസും കുറച്ച് കൺസേണിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ ഒരു റയൽ മാഡ്രിഡ് ഡിഫെൻസീവ് ട്രാൻസിഷനിൽ വൾണറബിൾ ആണ്. ഇപ്പോൾ ഹൈലി അഗ്രസീവ്ലി റയൽ മാഡ്രിഡിനെ വന്ന് പ്രസ് ചെയ്യുന്ന സൈഡുകൾക്ക്, ഹൈ പ്രസ് ചെയ്യുന്ന സൈഡുകൾക്ക് അഗേൻസ്റ്റ് റയൽ മാഡ്രിഡ് കുറച്ച് ഓപ്പൺ ആയേക്കാം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടതാണ് അഗേൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്നലെ VRL കുറച്ച് ഡീപ്പിൽ നിന്നിട്ട് ട്രാൻസിഷന് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിഫെൻസീവ് ട്രാൻസിഷൻ ഇഷ്യൂസ് ഉണ്ട് റയലിന്. പക്ഷേ ഹൈലി അഗ്രസീവ്ലി വന്ന് റയൽ മാഡ്രിഡിനെ പ്രസ് ചെയ്താൽ എങ്ങനെ റയൽ മാഡ്രിഡ് വൾണറബിൾ ആവുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല.
അതിൻ്റെ ഗ്ലിംസസ് നമ്മൾ ലാസ്റ്റ് വീക്ക് കണ്ടു. ഈവൻ അത്ലറ്റിക്കൻ ടു ആൻ എക്സ്റ്റെൻഡ് എക്സ്ട്രാ അഗ്രസീവ് അല്ലെന്നും ബട്ട് അഗ്രസീവ് ആയപ്പം ബോൾ യൂസ് ചെയ്തു. ആൻഡ് VRL ആണെങ്കിലും ഇന്നലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ അഗേൻസ്റ്റ്. അപ്പുറത്തെ റയൽ മാഡ്രിഡ് ആണെങ്കിലും ധാരാളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ XG ആണ് 3.56 സംതിങ് ആണ്. 7ഓളം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ 5ഓളം മിസ് ചെയ്തു. ആൻഡ് വിനീഷ്യസ് ജൂനിയറുടെ പെർഫോമൻസ് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എംബാപ്പയുടെ പെർഫോമൻസ് വിത്തൗട്ട് എ ഡൗട്ട്. അതിന് എടുത്തു പറയേണ്ട കാര്യം ഇപ്പം കാണാം, VRL ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ആ ഒരു ട്രാൻസിഷനിൽ 1-on-1 വേഴ്സസ് ടീബോ കോർട്ടുവ വന്നൊരു സിറ്റുവേഷൻ വന്ന് അത് അവിടുന്ന് മിസ് ചെയ്യുവാണ് ആ പ്ലെയർ. കൂടാതെ സെക്കൻഡ് ഹാഫിലും 2-3 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു VRL. അപ്പോഴത്തെ റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡും ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ചാൻസ് മസ്കോൻഡോനേക്ക് വന്നു, അവിടെ റെനറ്റോവയുടെ ഒരു ബ്ലോക്ക് നമ്മൾ കണ്ടു. സോ സിനാരിയോസ് റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബെറ്റർ സൈഡ് റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു. പക്ഷേ എന്നാ പറയുക, കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം റയൽ മാഡ്രിഡും കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു, അപ്പുറത്ത് VRLനും കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം വിനി കുറച്ചുകൂടെ ബെറ്ററായി. വിനിയുടെ ഒരു ഷോട്ട് ഗോളായി കരാക്ഷിക്കുകയാണ്, ഡിഫ്ലക്റ്റഡ് ആയി കയറുവാണ്. ആൻഡ് സെക്കൻഡ് വണ്ണിന് വിനീഷ്യസ് ജൂനിയർ ഒരു പെനൽറ്റി വിൻ ചെയ്യുകയാണ്. അവിടെ എംബാപ്പെ വിനീഷ്യസ് ജൂനിയറിനെ ആ പെനൽറ്റി എടുക്കാനായിട്ട് അലോ ചെയ്യുകയാണ്. വിനീഷ്യസ് ജൂനിയർ 2-0 ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആ 2-0 ആക്കിയതിന് ശേഷം മിക്കൻ ഡാറ്റ്സയിലൂടെ ഒരു കിടിലം ഗോൾ VRL തിരിച്ചടിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ ഇന്നലെ മിക്കൻ ഡാറ്റ്സേനെയും അതുപോലെ തന്നെ പെപ്പനെയൊക്കെ റെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. VRLനും ഫറ്റീഗ്നെസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരും ചാമ്പ്യൻസ് ലീഗ് മാച്ച് കഴിഞ്ഞ് വരുവാണ് അഗൈൻസ്റ്റ് യുവൻറ്റസ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് നമുക്കറിയാം ഒരു ലോങ് ജേർണിക്ക് ശേഷം വരുവാണ്. സോ അതിനകത്ത് തന്നെ സെബായോസിനെയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത്. വാൽവേഡെ ഓൺ പേപ്പർ റൈറ്റ് ബാക്ക് ആയിരുന്നെങ്കിലും പുള്ളി ആ ഹാഫ് സ്പേസിലൂടെ നല്ലപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോക്സിലോട്ടൊക്കെ റൺസ് നടത്തുന്നുണ്ടായിരുന്നു. ടെക്നിക്കലി ഒരു മിഡ്ഫീൽഡ് റോൾ തന്നെയായിരുന്നു കളിച്ചത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫ് ദ ബെഞ്ച് കമോയിങ് വരുന്ന സിനാരിയോ കണ്ടു, ബെല്ലിംഗം വരുന്ന കണ്ടു, ആൻഡ് ബ്രഹീം ഡിയാസ് വരുന്നുണ്ട്. ആൻഡ് ബ്രഹീം ഡിയാസ് ബെല്ലിംഗം വിൻ ചെയ്തൊരു ബോൾ അൺസെൽഫിഷ് ആയിട്ട് എംബാപ്പയിലോട്ട് കൊടുക്കുന്ന ആൻഡ് എംബാപ്പെ ഫിനിഷ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അവിടെ ബ്രഹീമിന് ഒരു ഷോട്ട് എടുക്കാനായിട്ട് നല്ല അവസരം ഉണ്ടായിരുന്നു. ആൻഡ് ഇവഞ്ച്വലി ദെൻ ഒരു 3-1 വിക്ടറി ആയിട്ട് പോയി. ആൻഡ് ഇതിനിടയ്ക്ക് ഒരു റെഡ് കാർഡ് സിനാരിയോ വന്നു. ഇപ്പം 2-0 ആക്കിയതിനു ശേഷം ഒരു 2-1 മിക്കൻഡാറ്റ്സിൻ്റെ ഗോളിലായിട്ട് VRL തിരിച്ച് ഗെയിമിലോട്ട് വരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡല്ലോ അവർ റൈറ്റ് ബാക്ക് വാങ്ങിച്ച് റെഡ് കാർഡ് വാങ്ങിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നാമത് അവിടെ മുറിയോ കുറച്ച് നേരമായിട്ട് അനാവശ്യമായിട്ട് ഫൗളുകൾ ചെയ്യുന്നുണ്ട്. മുറിയോ എന്ന് പറയുന്ന പ്ലെയർ പുള്ളി 2 തവണ റെഫറി വാൺ ചെയ്താണ് ഓൾറെഡി എലോ നിൽക്കുമ്പോഴും. അത് നമുക്ക് കാണാമായിരുന്നു. ഇവൻ റീപ്ലേ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ചെയ്യുന്നുണ്ട്. കുറച്ച് റാഷായിട്ട് പോകുന്നുണ്ട്. അവിടെ സെക്കൻഡ് എലോ കിട്ടും എന്നുള്ളൊരു വാണിംഗ് വരെ കൊടുക്കുന്നുണ്ടായിരുന്നു റെഫറി. ആൻഡ് മുറിയോ മൂന്നാമത്തെ സിനാരിയോ നമുക്ക് അവിടെ കാണാം. ജസ്റ്റ് കൈ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ സോഫ്റ്റ് ടച്ച് ആണ്. വിനീഷ്യസ് അവിടെ വീഴുകയാണ്. വിനിയുടെ ഒരു കുറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല. വിനി അവിടെ അഡ്വാൻറ്റേജ് എടുക്കുവാണ്. ഇപ്പം അവിടെ ആ പ്ലെയറിന് അറിയാം ഹീസ് ഓൺ ആൻ എലോ. അവിടെ കൈ അവിടെ ഒരു ട്രാൻസിഷനാണ്. അവിടെ അത് ബ്ലോക്ക് ചെയ്യുവാണെന്ന് റെഫറി വിധിക്കുവാണെങ്കിൽ സെക്കൻഡ് എലോ ആണ്. VARന് ഡയറക്റ്റ് റെഡിലല്ല ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവിടെ ആ കൈ ആൾ വെക്കുന്നുണ്ട്, ബട്ട് സോഫ്റ്റ് ആണ്. അവിടെ വിനി വീഴുവാണ്. നമുക്കതിൽ ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് ആ പ്ലെയർ ആ ഫൗൾ വിൻ ചെയ്യും. അത് എടുത്ത് വിനീഷ്യസ് ജൂനിയർ ആ ഫൗൾ വിൻ ചെയ്യുന്നു. അത് സെക്കൻഡ് എലോ കിട്ടുവാണ്, റെഡ് കാർഡായി മാറുകയാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, അത് ആ പ്ലെയർ അവിടെ കൈവെക്കാൻ പാടില്ല. സോഫ്റ്റ് ആണ് എന്താണെന്ന് പറഞ്ഞാൽ. സോ 10 പേരായി ചുരുങ്ങുകയാണ്. പിന്നീട് ആ മൂന്നാമത്തെ ഗോളും വരെയാണ് റയൽ മാഡ്രിഡ് കംഫർട്ടബിളി ജയിക്കുകയാണ്. സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് സച്ച് ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ച് അല്ലായിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫിൽ മോമെന്റ്സ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എസ്പെഷ്യലി ആ 2-1 സിനാരിയോ ആയതിനു ശേഷം. പക്ഷെ പിന്നീട് ഗെയിം റയൽ മാഡ്രിഡ് കൺട്രോൾ ചെയ്തു, അത്രേ ഉള്ളൂ. സോ ഒരു 3-1 വിക്ടറി ആയിട്ട് പോയി. VRL ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാൻ VRL നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. അവർ കുറച്ച് എക്സ്ട്രാ കോഷ്യസ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് ഈവൻ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണെങ്കിലും മോമെന്റ്സിൽ അവർ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഫൈനൽ തേർഡിൽ. സോ അവിടെ നമ്മൾ മറ്റൊരു മാച്ചസിലോട്ട് കിടക്കാനായിട്ടാണ് ലീഡ്സിന് അഗേൻസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ഒരു 2-1 വിക്ടറി ടോട്ടൻഹാം ഹോട്ട്സ്പർ നേടുന്നുണ്ട്. കുദൂസ് തന്റെ ഫസ്റ്റ് ഗോൾ ഫോർ ടോട്ടൻഹാം ഹോട്ട്സ്പർ സ്കോർ ചെയ്യുന്ന ഒരു മാച്ചായിരുന്നു ഇത്. സോ കുദൂസ് കട്ട് ചെയ്ത് കയറി ഒരു ഷോട്ട് എടുക്കുകയായിരുന്നു, അത് ഗോളായി കടാക്ഷിക്കുകയായിരുന്നു. കുഡൂസിന്റെ സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗോൾ അടിച്ചത് മറ്റാരൊരു ടെല്ലാണ്. ടെല്ലിൻ്റെ ഒരു കിടിലം ഫിനിഷ് ആയിരുന്നു. കൂടാതെ ടെല്ല് ഇന്നലത്തെ മാച്ചിൽ അത്യാവശ്യം ലൈവ്ലി ആയിട്ട് തോന്നി. പക്ഷേ ഇന്നലെ ഈ ഒരു 3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകേണ്ട പ്ലെയർ വിക്കാരിയാണ്. വിക്കാരിയുടെ സൂപ്പർ സേവുകൾ ഉണ്ടായിരുന്നു. ഈവൻ കാൽവർട്ട് ലൂവിൻ്റെ ഒരു 1-on-1 സിറ്റുവേഷൻ സേവ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മൂമെൻറ്റ് ഗെയിമിൻ്റെ എൻഡിൽ ഒരു സൂപ്പർ സേവ് ഉണ്ടായിരുന്നു വിക്കാരിയോട്. നിങ്ങൾക്ക് സ്റ്റാറ്റ്സും കാണാം. ക്ലിയർലി ലീഡ്സ് വെയർ ദ ബെറ്റർ സൈഡ് ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്കലി എല്ലാം നോക്കാനായിട്ടാണെങ്കിൽ. ആൻഡ് വിക്കാരിയോ വാസ് ദ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആയിരുന്നു വിക്കാരിയോട്, ഒന്നും പറയാനില്ല. സ്പേഴ്സ് ഇവഞ്ച്വലി 2-1 ഒരു വിക്ടറി നേടി. ഇന്നലെ സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചാവി സിമൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് സ്പേഴ്സ് കുറച്ച് കൺസേൺ ആണെന്ന് ഞാൻ പറയുന്നില്ല. സ്പേഴ്സ് ഇപ്പോഴും ടോപ്പ് 4-ലുണ്ട്. പക്ഷേ സ്പേഴ്സിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അവർ ഡിഫെൻസീവ് ട്രാൻസിഷനിൽ സ്പേഴ്സ് കുറച്ച് വൾണറബിൾ ആണ്. അത് സ്പേഴ്സ് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഒഫൻസീവ് സൈഡിൽ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് ഡിഫെൻസീവ്ലി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സ്പേഴ്സിന്. എസ്പെഷ്യലി മിഡ്ഫീൽഡ് പ്രസ്
കുറച്ച് ഇഷ്യൂ ഉണ്ട് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്. അവിടെ നമ്മൾ മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്കിൻ്റെ ആറാട്ട് തുടരുകയാണ്. യൂറോപ്പിൽ ഓൾ കോമ്പറ്റീഷൻ ഒരു മാച്ച് പോലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാത്ത സൈഡ് ഇപ്പം ഉള്ളത് ബയൺ മ്യൂണിക്കാണ് ടോപ്പ് 5 ലീഗ്സിൽ. ആൻഡ് ബയൺ മ്യൂണിക്കിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ ലൂയിസ് ഡിയാസിൻ്റെ ഡബിളും ഹാരി കെയിൻ്റെ ഒരു ഗോളും ആണ് വിജയം നേടിക്കൊടുത്തത്. ആൻഡ് ലൂയിസ് ഡിയാസ് ഒരു 1-1.5 ഫോമിലാണ്, ഒന്നും പറയാനില്ല. ആൻഡ് ലൂയിസ് ഡിയാസ് 15ാം മിനിറ്റിൽ തന്നെ സ്കോർ ചെയ്യുന്ന സിനാരി നമ്മൾ കണ്ട്. ഗ്നാബ്രിയുടെ കട്ട് ആൾ വന്നൊരു സിമ്പിൾ ടാപ്പിൻ ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് ഗോളാണ് അതിലും സൂപ്പറായിട്ടുള്ള ഒരു സാധനം. ലൂയിസ് ഡിയാസിലോട്ട് ബോൾ വരുന്നു, പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ആ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് ആൾ ഷോട്ട് അടിച്ച് കയറ്റിയാണ്. ലൂയിസ് ഡിയാസിൻ്റെ കോൺഫിഡൻസ് ആണ് അവിടെ ക്ലിയർലി നമുക്ക് കാണിച്ചു തരുന്നത്. ആൾ നല്ല കോൺഫിഡൻസിലാണ് ഇപ്പം. ബട്ട് ഹാരി കെയിൻ ആളുടെയും വിളയാട്ടം തുടരുന്നുണ്ട്. ഇന്നലെ ഫ്രാങ്ക്ഫുട്ട് എവേ ചെന്നിട്ടാണ് ഈ ഒരു 3-0 വിക്ടറി നേടുന്നതെന്ന് ഓർക്കണം. അവിടെ ലൂയിസ് ഡിയാസിൻ്റെ ഒരു അസിസ്റ്റാണ്. ലൂയിസ് ഡിയാസ് സിമ്പിളായിട്ടൊരു പാസ് ഹാരി കെയിനിലോട്ട് കൊടുക്കുന്നത്. ഹാരി കെയിൻ ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു ഷോട്ട്, ഗോൾ 3-0. ആ സെക്കൻഡ് ഗോളാണ് ഹാരി കെയിൻ്റെ. ലൂയിസ് ഡിയാസിൻ്റെ ഫസ്റ്റ് ഗോളിലൂടെ ലൂയിസ് ഡിയാസ് ലീഡ് എടുത്തു, സെക്കൻഡ് ഗോൾ ഹാരി കെയിൻ അടിക്കുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് ഞാൻ മുമ്പേ കാണിച്ച ലൂയിസ് ഡിയാസിൻ്റെ സെക്കൻഡ് ഗോളും വരുന്നത്. അങ്ങനെ 3-0 കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് പോവുകയാണ്. ആൻഡ് ടേബിൾ ടോപ്പേഴ്സ് ആണ്, കാരണം 4 പോയിന്റ് ലീഡുണ്ട് ഇപ്പം. കാരണം കഴിഞ്ഞ ദിവസം ബൊറൂസിയ ലൈപ്സിഗ് മാച്ച് 1-1 സമനിലയിൽ പിരിഞ്ഞു. സോ ഇപ്പോഴത്തെ പോയിന്റ്സ് ടേബിൾ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് 2ാം സ്ഥാനത്ത്, ലൈപ്സിഗ് ആണ് 3ാം സ്ഥാനത്ത്. 4 പോയിന്റ് ഗ്യാപ്പാണ് ഇവർക്കിടയിലുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ലെവർകൂസൻ 2-0 യൂണിയൻ ബെർലിനെ തോപ്പിച്ച് ലെവർകൂസൻ ഇപ്പം 4th സ്പോട്ടിലും ഉണ്ട്. സോ നോക്കാം ബുണ്ടസ് ലീഗ എവിടെ വരെ പോകുമെന്ന്. എന്തായാലും ഇത് ബയൺ ഒരു 1-1.5 പോക്ക് പോയി ബുണ്ടസ് ലീഗ നേടുമെന്നാണ് ഇപ്പോൾ എനിക്കൊരു ഫീൽ ഉള്ളത്. അവിടെ ഒരു സർപ്രൈസ് ഈ സീസൺ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അൺലെസ് ഇഞ്ചറീസ് ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ. അതാണ് ബയണിൻ്റെ ഒരേ ഒരു ഇഷ്യൂ, അതാണ് ഇഞ്ചറി. മെയിൻ പ്ലേയേഴ്സിന് വന്നാൽ അവർക്ക് പ്രോപ്പർ ബാക്കപ്സ് ഇല്ല, അതേ ഉള്ളൊരു കുഴപ്പം. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകൾ മറ്റൊക്കെ. അതുപോലെ തന്നെ ഇന്നലെ ക്രിമിനോസിനെ 4-1 ഇന്റർ മിലാൻ തോപ്പിച്ചിരുന്നു. ടൊറീനോ ലാസിയോ 3-3 സമനിലയിൽ സിരിയയിൽ പിരിഞ്ഞിരുന്നു. സോ അങ്ങനെ കുറച്ച് റിസൾട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.